വാഹനങ്ങളുടെ രൂപമാറ്റം സംബന്ധിച്ച മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് യാതൊരുവിധ അധികാരവുമില്ലെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി രാജ്യസഭയിൽ വ്യക്തമാക്കി. വി ശിവദാസൻ MP ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. വാഹന മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് കർശനമായ കേന്ദ്ര നിയമങ്ങളാണ് നിലവിലുള്ളതെന്നും മന്ത്രി ചൂണ്ടിക്കാണിച്ചു. 1988 മോട്ടോർ വെഹിക്കിൾസ് ആക്ട് പ്രകാരം വാഹന നിർമ്മാതാക്കൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ നൽകിയിട്ടുള്ള അടിസ്ഥാന വിവരങ്ങളിൽ ഒരു തരത്തിലുള്ള മാറ്റങ്ങളും വരുത്താൻ പാടില്ലെന്ന് ചട്ടമുണ്ട്. പൊതുജന സുരക്ഷ മുൻനിർത്തി വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കാൻ മാത്രമാണ് മോട്ടോർ വെഹിക്കിൾ ആക്ട് റൂൾ 112(2) പ്രകാരം സംസ്ഥാന സർക്കാരുകൾക്കോ അതോറിറ്റിക്കോ അധികാരമുള്ളത്. വാഹനങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിന് മുൻപായി ഫോം 22C വഴി രജിസ്ട്രിംഗ് അതോറിറ്റിയുടെ മുൻകൂർ അനുമതി വാങ്ങേണ്ടത് നിർബന്ധമാണ്. മാറ്റങ്ങൾ വരുത്തിയ ശേഷം 14 ദിവസത്തിനകം അത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തുന്നതിനായി അപേക്ഷിക്കുകയും വേണം. കേരളത്തിൽ UDF സർക്കാരിന്റെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു വാഹന മോഡിഫിക്കേഷൻ നിയമങ്ങളിൽ ഇളവുകൾ വരുത്തുമെന്നത്. അധികാരത്തിലെത്തിയ ശേഷം അപകടകരമല്ലാത്ത രീതിയിലുള്ള സുരക്ഷിതമായ മോഡിഫിക്കേഷനുകൾ പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പ്രഖ്യാപിക്കുകയും ഇതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ചില ഇളവുകൾ അനുവദിച്ച് പ്രത്യേക സർക്കുലർ ഇറക്കുകയും ചെയ്തിരുന്നു. MVD അനുമതിയോടെയും അല്ലാതെയും ചെയ്യാവുന്ന മാറ്റങ്ങൾ. ഗതാഗത കമ്മീഷന്റെ റിപ്പോർട്ട് അനുസരിച്ച് മുൻകൂർ അനുമതിയില്ലാതെ തന്നെ സീറ്റ് കവറുകൾ, ഫ്ലോർ മാറ്റുകൾ, സ്റ്റിയറിംഗ് വീൽ കവറുകൾ, ക്രോം ഗാർണിഷ്, ഡോർ വൈസറുകൾ, മഡ് ഫ്ലാപ്പുകൾ, അതുപോലെ അശ്ലീലമല്ലാത്ത ബോഡി സ്റ്റിക്കറുകൾ, ഇന്റീരിയർ ആംബിയന്റ് ലൈറ്റിംഗ്, ആൻഡ്രോയിഡ് സിസ്റ്റം, കൂടുതൽ സ്പീക്കറുകൾ എന്നിവ സ്ഥാപിക്കാവുന്നതാണ്. കൂടാതെ ഡാഷ് ക്യാമറ, റിവേഴ്സ് ക്യാമറ, പാർക്കിംഗ് സെൻസറുകൾ, GPS ട്രാക്കറുകൾ, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ടൗ ഹൂക്കുകൾ, റൂഫ് കാരിയറുകൾ എന്നിവ ഘടിപ്പിക്കുന്നതിനും 50% കാഴ്ച ലഭിക്കുന്ന സൺ ഫിലിമുകൾ ഒട്ടിക്കുന്നതിനും പ്രത്യേക അനുമതി ആവശ്യമില്ല. എന്നാൽ നിറം മാറ്റൽ, പുതിയ എഞ്ചിൻ മാറ്റിവെക്കൽ, LPG അല്ലെങ്കിൽ CNG കിറ്റുകൾ ഘടിപ്പിക്കൽ, EV റെട്രോഫിറ്റ്മെന്റ്, ചേസിംഗ് ഫ്രെയിം മാറ്റൽ എന്നിവയ്ക്ക് MVDയുടെ മുൻകൂർ അനുമതിയും RCയിൽ രേഖപ്പെടുത്തലും നിർബന്ധമാണ്. മോഡിഫിക്കേഷൻ നിയമങ്ങളിൽ കൂടുതൽ ഇളവുകൾ വരുത്തുന്നതിനായി മോട്ടോർ വാഹന വകുപ്പ് വിപുലമായ ജനകീയ സർവേ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബോഡി ഡിസൈൻ, എഞ്ചിൻ പെർഫോമൻസ്, ബ്രേക്കിംഗ് സിസ്റ്റം, ലൈറ്റിംഗ് സംവിധാനങ്ങൾ, സൗണ്ട് സിസ്റ്റം തുടങ്ങിയ 9 പ്രധാന മേഖലകളിലെ മാറ്റങ്ങളെക്കുറിച്ചാണ് സർവേയിലൂടെ അഭിപ്രായം തേടുന്നത്. ഇതോടൊപ്പം മോഡിഫൈ ചെയ്ത വാഹനങ്ങൾ ഉപയോഗിക്കുന്ന റോഡുകൾ, സുരക്ഷാ പ്രശ്നങ്ങൾ, ഇൻഷുറൻസ് പരിരക്ഷ എന്നിവയെക്കുറിച്ചുള്ള വിശദീകരണവും പൊതുജനങ്ങൾ നൽകേണ്ടതുണ്ട്. ക്രോഡീകരിച്ച സർവേ റിപ്പോർട്ട് മന്ത്രിസഭയിൽ ചർച്ച ചെയ്ത ശേഷമായിരിക്കും അന്തിമ ഉത്തരവിറക്കുക. വാഹനങ്ങൾ മോഡിഫൈ ചെയ്യുന്നതിന് കടുത്ത നിയന്ത്രണങ്ങൾ നിലനിൽക്കെ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഒറ്റ റീലുകൊണ്ട് യുവജനങ്ങളുടെ മനം കവർന്നിരുന്നു. പിള്ളേര് മോഡിഫൈ ചെയ്യട്ടെ എന്ന് തംബ്നെയിലും ക്യാപ്ഷനിലും എഴുതിക്കൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് റീൽ പോസ്റ്റ് ചെയ്തത്. ചോദ്യത്തിന് മറുപടിയായി VD സതീശൻ മോഡിഫിക്കേഷനെ കുറിച്ച് സംസാരിക്കുന്നതാണ് വീഡിയോയിലുള്ളത്. വാഹനങ്ങളിൽ അപകടകരമല്ലാത്ത മോഡിഫിക്കേഷൻ നടത്തുന്നത് തെറ്റല്ലെന്നും UDF അധികാരത്തിലെത്തിയാൽ ഇതിന് അനുമതി നൽകുമെന്നാണ് അദ്ദേഹം പറയുന്നത്.